ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ചെയ്യുന്നത് എന്താണ് ബയോട്ട് സാവർട്ട്സിലാണ്. ഇത് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കൂളോംസ് ലായുടെ ഒരു ഇക്വലന്റ് ആണ്. കൂളോംസ് ലാ നിങ്ങൾക്കറിയാം, ടു ഫൈൻഡ് ഔട്ട് ദ ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. അതിനാണ് കൂളോംസ് ലാ ഉപയോഗിച്ചത്. ഇവിടെ ബയോട്ട് സാവർട്ട്സ് ലാ ആണ്. ഈ ബയോട്ട് സാവർട്ട്സ് ലാ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആൾറെഡി പറഞ്ഞു, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റ് ആണ്. അപ്പോൾ ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണ്. കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ആണെങ്കിൽ ഇതൊരു മാഗ്നറ്റ് ആണ്. ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാനായിട്ട് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലേ, ഇവിടെ ഫീൽഡ് ഇൻ ടു ദ പേജ്, ഇപ്പുറത്തെ ഫീൽഡ് ഔട്ട് ഓഫ് ദി പേജ്, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വരുന്ന ക്വസ്റ്റ്യൻ, ഇതൊരു മാഗ്നറ്റ് ആണെങ്കിൽ ഇതിൽ നിന്ന് ആ ഡിസ്റ്റൻസ് ഒക്കെ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി എത്രയായിരിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ലെറ്റർ ആണ് ക്യാപിറ്റൽ ബി. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആ പോയിന്റിലെ ഇന്റൻസിറ്റി എന്തായിരിക്കും? ഇതിന് ആൻസർ ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായി ഈ ബയോട്ട് സാവർട്ട്സ് ലായെ കുറിച്ച് നമ്മുടെ ഒരു ധാരണ ഉണ്ടായിരിക്കും. എന്താണ് ഈ ബയോട്ട് സാവർട്ട്സ് ലാ എന്ന് പറഞ്ഞാൽ, ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. Let it carries a current I ampere. ഇത് I ampere കറണ്ട് ക്യാരി ചെയ്യുന്ന ഒരു കണ്ടക്ടറാണ്. ആൻഡ് വി കൺസിഡർ എ പോയിന്റ് here at a distance r from this point. Okay. P എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി കണ്ടുപിടിക്കണം ഡ്യൂ ടു ദിസ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. And for that we consider a small current element here whose length is dl. dl ലെങ്ത് ഉള്ള ഒരു ചെറിയ കറണ്ട് എലമെന്റിനെ നമ്മൾ കൺസിഡർ ചെയ്തു. ഇവിടെ അതിലൂടെ എത്ര കറണ്ട് വരുന്നുണ്ട്? I ആംപിയർ കറണ്ട് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബയോട്ട് സാവർട്ട്സ് ലായിൽ ഇവർ എക്സ്പെരിമെന്റലി മനസ്സിലാക്കിയ കാര്യം, ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് ഈസ്, നോക്കൂ, ഡ്യൂ ടു ദി സ്മോൾ കറണ്ട് എലമെന്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഈ വലിയ കറണ്ട് എലമെന്റിനെ ചെറിയ ചെറിയ കറണ്ട് എലമെന്റുകളായിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ അതിന് ഉദാഹരണം ഒരു മുത്തുമാലയിൽ എത്രയെങ്കിലും മുത്തുകൾ ചേർന്നാണ് മാല ഉണ്ടായിരിക്കുന്നത്. അതുപോലെ എത്രയെങ്കിലും ചെറിയ ഡി എല്ലുകൾ ചേർന്നാണ് ഈ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പി എന്ന് പറയുന്ന പോയിന്റിലെ ഫീൽഡ് എന്ന് പറയുന്നത് ബയോട്ട് സാവർട്ട്സ് ലാ പ്രകാരം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ. വാട്ട് ഈസ് ഐ? കറണ്ട് ഫ്ലോയിങ് ത്രൂ ദി കറണ്ട് എലമെന്റ്. ഡി ബി എന്ന് പറഞ്ഞാൽ ഫീൽഡ് അറ്റ് പി ഡ്യൂ ടു ദി കറണ്ട് എലമെന്റ് ഓഫ് ലെങ്ത് ഡി എൽ. അപ്പോൾ ഡി ബി എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ആണ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡി എൽ ആണ്. ഡി എൽ എന്താണെന്ന് മനസ്സിലായി, ലെങ്ത് ഓഫ് ദ കറണ്ട് എലമെന്റ് ആണ്. ആൻഡ് തേർഡ്ലി ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ തീറ്റ. അപ്പോൾ സംശയം, തീറ്റ ഇതാണ് തീറ്റ. ഏതാ തീറ്റ? കറണ്ട് എലമെന്റും ഈ പി എന്ന് പറയുന്ന ഫീൽഡ് പോയിന്റിനെ കറണ്ട് എലമെന്റുമായി കണക്ട് ചെയ്യാൻ ഞാൻ വരച്ച സ്ട്രെയിറ്റ് ലൈനും ഇടയിലുള്ള ആംഗിൾ ബിറ്റ്വീൻ ദ കറണ്ട് എലമെന്റ് ആൻഡ് സ്ട്രെയിറ്റ് ലൈൻ ജോയിനിങ് ദ കറണ്ട് എലമെന്റ് ടു ദ ഫീൽഡ് പോയിന്റ്, അതിനിടയിലുള്ള ആംഗിൾ ആണ് തീറ്റ. അപ്പോൾ ഒരാൾക്ക് സംശയം, തീറ്റ ഇവിടെ മാർക്ക് ചെയ്താൽ പോരാ. തീറ്റയെ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കറണ്ടിന്റെ ഡയറക്ഷൻ നോക്കുക. ആ കറണ്ടിന്റെ ഡയറക്ഷനിലാണ് കറണ്ട് എലമെന്റിന്റെ ഡയറക്ഷൻ ഡി എല്ലിന്റെ. അതിനിടയിലുള്ള ആംഗിളെ എടുക്കാവുന്ന വെച്ചാൽ ഈ ഡയറക്ഷൻ ഇതേ എടുക്കാൻ പാടുള്ളൂ. അത് നിർബന്ധമാണ്. ആൻഡ് ഫൈനലി ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/r², അഥവാ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കറണ്ട് എലമെന്റ് ആൻഡ് ദ ഫീൽഡ് പോയിന്റ്, അഥവാ ഇൻവേഴ്സ് സ്ക്വയറില്ല. അപ്പോൾ ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫസ്റ്റ് പവർ strength of the current, directly proportional to length of the current element, directly proportional to sine of the angle between the current element and the straight line connecting current element to the field point, and finally that is inversely proportional to square of the distance. ഇതിനെ എല്ലാം കൂടെ ക്ലബ് ചെയ്ത് എങ്ങനെ എഴുതാടാ? ഡി ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഐ ഡി എൽ, ഓക്കെ, സൈൻ തീറ്റ ബൈ r². ഇനി പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യും? കോൺസ്റ്റന്റ് ഉപയോഗിക്കും. ദാറ്റ് ഈസ് കെ ഇൻറ്റു ഐ ഡി എൽ സൈൻ തീറ്റ ബൈ r². കെ ഒരു പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ്. ആൻഡ് ഇൻട്രസ്റ്റിംഗ്ലി ഇറ്റ്സ് വാല്യൂ ഈസ് മ്യൂ നോട്ട് ബൈ 4π. എന്തോ ഈ മ്യൂ നോട്ട് അല്ലെങ്കിൽ മ്യൂ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർമിയബിലിറ്റി എന്തുവാടാ പെർമിയബിലിറ്റി? പെർമിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ആണ് ടു പെർമിറ്റ് ഫീൽഡ് ലൈൻസ്.
ഫീൽഡിനെ കടത്തിവിടാനുള്ള ഒരു മീഡിയത്തിൻ്റെ എബിലിറ്റിയെ മെഷർ ചെയ്യുന്ന ടേം. അപ്പോൾ കെയുടെ വാല്യൂ μ0/4π ആണെങ്കിൽ ഡി ബിക്ക് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം μ0/4π ഇൻറ്റു IDL sin θ/r². ഇതെന്താണ്? ഫീൽഡ് അറ്റ് പി ആണ്. എന്തുണ്ടാക്കിയത്? ഡി എൽ ലെങ്തുള്ള എലമെന്റ് ഉണ്ടാക്കിയത്. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാനോടാ? ഇൻറ്റഗ്രേഷൻ. അതിനാണ് നമ്മൾ കാൽക്കുലസ് പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ടോട്ടൽ ഫീൽഡ് കണ്ടുപിടിക്കാൻ ബി, ഡി ബി ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ ബി ദാറ്റ് ഇസ് ഈക്വൽ ടു μ0/4π. ഓക്കെ, ഇനി പോട്ടെ. ഇൻറ്റഗ്രൽ അത് കോൺസ്റ്റന്റ് ആണ്. IDL sin θ/r² എന്ന് എഴുതി വയ്ക്കാൻ പറ്റും. പിന്നെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബി കണ്ടുപിടിക്കാം. ക്ലിയർ? ഇതിനെ നോക്കൂ. ഓർ ഇറ്റ് ഈസ് വെക്ടർ ഫോമിൽ നമ്മളൊന്ന് എഴുതാൻ നോക്കുകയാണ്. μ0/4π ഇൻറ്റു ഇൻറ്റഗ്രൽ IRDL. ഓ വേണ്ടല്ലോ അല്ലേ? IDL sin θ. What is AB sin θ? It is A cross B, right? അപ്പോൾ IDL sin θ I cross DL അല്ലേ? എഴുതാൻ പോകണ്ട. എടാ AB sin θ A cross B ആണെങ്കിൽ IDL sin θ I cross DL എന്ന് എഴുതാൻ പോടാ. എഴുതി കളയരുത്, തെറ്റാണ്. എന്തുകൊണ്ട് തെറ്റ്? കറണ്ട് എന്തല്ല? വെക്റ്റർ അല്ല. കറണ്ട് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഇങ്ങനെ എഴുതിയാൽ തെറ്റാണ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? വെക്ടർ ഫോമിലാക്കാൻ IRDL sin θ ബൈ ഒരു R കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഇവിടെ R³ ആയി മാറും. ദാറ്റ് ഈസ് μ0/4π ഇൻറ്റു I ഇൻറ്റു DL ക്രോസ് R/R³. ഇതിനെ നമ്മൾ A ക്രോസ് B എന്ന ഫോമാറ്റിൽ എഴുതി. അപ്പോൾ DL ക്രോസ് R എന്ന ഫോമാറ്റിൽ എഴുതി. DL ക്രോസ് R ആണ്. ആറും DLും വെക്ടറാണ്. DL എങ്ങനെ വെക്ടർ ആവൂടാ? ലെങ്ത് വെക്ടർ ആണോടാ? ലെങ്ത് വെക്ടർ അല്ല, ബട്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ലെങ്ത് വെക്ടറാണ്. കറണ്ട് ഇല്ലാത്തപ്പോൾ ലെങ്ത് വെക്ടർ അല്ല. കറണ്ട് ഉണ്ടെങ്കിൽ ലെങ്ത് വെക്ടർ ആണ്. DLന്റെ ഡയറക്ഷൻ അങ്ങോട്ട്, കറണ്ടിന്റെ ഡയറക്ഷൻ. DLന്റെ ഡയറക്ഷൻ അങ്ങോട്ടാ, കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഇതാണ് ഇതിന്റെ വെക്ടർ ഫോം. ഇതാണ് ഫേമസ് ബയോട്ട്-സാവർട്ട്സ് ലോ. ഇനി നിങ്ങൾക്ക് ഇവിടെ ഫോക്കസ് പോയിന്റിലുള്ളത് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ സർക്കുലർ കോയിലാണ്. ഒരു സർക്കുലർ കോയിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. നോക്കൂ, ഇത് ഫീൽഡ് അറ്റ് എ പോയിന്റ് ഡ്യൂ ടു എ കറണ്ട് carrying coil. ആക്ച്വലി സർക്കുലർ കോയിലാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ. നോക്കൂ, അപ്പോൾ സർക്കുലർ നോക്കണം. ഷേപ്പ് സർക്കുലർ. ഓക്കെ, നോക്കൂ, നമ്മുടെ ഏകദേശം ഒരു കോയിലുണ്ട്, സർക്കുലർ കോയിലുണ്ട്. കോയിലിൽ ഇങ്ങനെ വരച്ചാലൊക്കെ നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എങ്ങനെയാണ് കോയിൽ ഇരിക്കുന്നതെന്ന് വെച്ചാൽ കോയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, പ്ലെയിനിൽ പെർപെൻഡിക്കുലർ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വരച്ചത്. നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു 6 ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് എടുക്കാം. ഈ പോയിന്റിലെ ഫീൽഡ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫീൽഡ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിലൂടെ എന്ത് പോയിക്കൊണ്ടിരിക്കുകയായിരിക്കണം? അപ്പോൾ കറണ്ട് ഫ്ലോ ചെയ്യണം. കറണ്ട് ഫ്ലോ ചെയ്യാതിരുന്നിട്ട് കാര്യമില്ല അല്ലേ? I ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യും. എത്ര കറണ്ട്? I കറണ്ട്. ഇപ്പോൾ അതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ്. അപ്പോൾ അത് ഫീൽഡ് ഉണ്ടാക്കും. ഇത് O അതിൻ്റെ സെൻറ്റർ. നമുക്ക് P എന്ന് പറയുന്ന ഈ പോയിന്റിലെ ഫീൽഡ് കണ്ടുപിടിക്കാം. അപ്പോൾ നമ്മളിപ്പോഴും കാൽക്കുലസ് മെത്തേഡിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു ചെറിയ കറണ്ട് എലമെന്റ് എടുക്കും, DL ലെങ്തുള്ളൊരു കറണ്ട് എലമെന്റ് എടുക്കും. ഇവൻ ഈ പോയിന്റിൽ ഉണ്ടാക്കിയ ഫീൽഡ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് ഈ പോയിന്റിൽ ഉണ്ടാക്കിയ ഫീൽഡ് കണ്ടുപിടിക്കണം. ചില കാര്യങ്ങൾ കൂടി നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിലൊന്നാണ് ഈ റിങ്ങിന്റെ റേഡിയസ്. റിങ്ങിന്റെ റേഡിയസ് ഞാൻ സ്മോൾ a എന്ന് മാർക്ക് ചെയ്തു. ഈ ഡിസ്റ്റൻസിനെ ഞാൻ മാർക്ക് ചെയ്യാണ് എയും ആറും ആയി അല്ലെ? ഇത് എസ് എന്ന് കൊടുക്കാം. അപ്പൊ DL ലെങ്ത് DL കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറുള്ള ഈ കറണ്ട് എലിമെന്റ് എസ് ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റിലെ
എസ് ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ ഫീൽഡാണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. എന്താ അപ്ലൈ ചെയ്തിട്ട് ബയോട്ട് സാവർട്ട്സ് അനുസരിച്ച് ഇവിടെ ഫീൽഡ് ഡ്യൂ ടു എ സ്മോൾ കറണ്ട് എലമെന്റ് എഴുതിയാൽ mu naught by 4 pi into വെക്ടർ ഫോമിൽ എഴുതിയാൽ I dl ക്രോസ് r by r ക്യൂബ് എന്നാണ്. അവിടെ ഇതിന്റെ മീനിങ് ഡി ബിയുടെ ഡയറക്ഷൻ കൊണ്ടിട്ടാ ഡി എൽ ക്രോസ് ആർ എങ്കിൽ ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ കൊണ്ടിട്ടാ എ ക്രോസ് ബിയുടെ ഡയറക്ഷൻ എ ക്രോസ് ബി ഈക്വൽ ടു സി എന്ന് പറയുന്ന ഒരു വെക്ടർ ആണെങ്കിൽ സിയുടെ ഡയറക്ഷൻ എയും ബിയും ഏത് പ്ലെയിനിലാണോ ആ പ്ലെയിനിന് പെർപെൻഡിക്കുലർ. എയും ബിയും ഞാൻ എൻ്റെ വൈറ്റ് ബോർഡിൽ മാർക്ക് ചെയ്താൽ സിയുടെ ഡയറക്ഷൻ പ്ലെയിനിൽ പെർപെൻഡിക്കുലർ, ഒന്നെങ്കിൽ ഔട്ട് ഓഫ് ദി പേജ് അല്ലെങ്കിൽ ഇൻ ടു ദി പേജ്. A cross B direction symbol A cross B. Here it is into the page. A cross B and B cross B is out of the page. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് A cross B is not equal to B cross A എന്ന് പറഞ്ഞാൽ വെക്ടർ പ്രോഡക്റ്റ് is not commutative. അപ്പോൾ ഇതായി. അപ്പോൾ ഇവിടെ ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ലൂപ്പ് നമ്മൾ എടുത്തു, ഒരു കറണ്ട് ക്യാരിയിങ് റിങ്ങിനെ നമ്മൾ എടുത്തു. ആക്ച്വലി കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിനെ ഇങ്ങനെയാണ് വരച്ചു വെച്ചു ഞാൻ ബ്ലാക്ക് ബോർഡിൽ. ഈ എസ് എന്ന് പറയുന്ന ലൈൻ പോണത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കറണ്ട് എലമെന്റുമായി ഞാൻ എടുത്തു കഴിഞ്ഞാൽ ഈ ലൈൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. അപ്പോൾ ഇവിടെ തീറ്റയുടെ വാല്യൂ എന്തായി മാറി? 90 ഡിഗ്രി ആയി മാറി. ഈ ആറിന്റെ വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ കറണ്ട് എലമെന്റും ഫീൽഡ് പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് എസ് ആണ്. അപ്പോൾ നമ്മുടെ ബയോട്ട് സാവർട്ട്സിലേക്ക് ഇവിടെ വരുന്ന ചേഞ്ച് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഉടനെ ഐഡിയ കിട്ടി അല്ലേ? നമ്മൾ ഉടനെ എഴുതും ഡി ബി ഈക്വൽസ് മ്യൂ നോട്ട് ബൈ 4 പൈ ഇൻറ്റു എടാ ഡി എൽ ക്രോസ് ആർ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ഡി എൽ ക്രോസ് ആർ? ഡി എൽ ആർ സൈൻ തീറ്റ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് തീറ്റ ഹിയർ? 90. സൈൻ 90യുടെ വാല്യൂ 1. ഓക്കെ, അപ്പോൾ മ്യൂ 0 ബൈ 4 പൈ ഇൻറ്റു ഐ. ഓക്കെ, ഐ ഇൻറ്റു ഡി എൽ ക്രോസ് ആറിന് പകരം ഡി എൽ ആർ മതിയാകും. ഡി എൽ ആർ എന്ന് കൊടുക്കാം ഇൻറ്റു ആർന്ന് വേണം ബൈ ആർ ക്യൂബ്. ആർ ക്യൂബ് ആണോ? അപ്പോൾ അവിടെ വീണ്ടും സംശയം അല്ലേ? ഡി എൽ ക്രോസ് ആർ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഈ കറണ്ട് എലമെന്റ് നിന്ന് ഇവിടേക്കുള്ള ദൂരം എത്രയാണ്? എസ് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു ക്ലാരിറ്റി വരുത്തിയിട്ട് ഇവിടെ രണ്ടും എഴുതി വെച്ച് കഴിഞ്ഞു ഞാൻ. തീറ്റ 90 ഡിഗ്രി ആണ്, ആറിൻ്റെ വാല്യൂ ഇവിടെ എസ് ആണ്. നമുക്ക് ഡി ബിയുടെ ഇക്വേഷൻ എഴുതാം. ഡി ബി ഈക്വൽസ് വി ഹാവ് ഡി ബി ഈക്വൽസ് മ്യൂ നോട്ട് ബൈ 4 pi into I dl, okay, sin theta by r square Biot Savart's law. Okay, here mu naught by 4 pi into I into dl into what is theta here? 90 degree. So sin 90 1 by r. R ന്റെ വാല്യൂ ഇവിടെ എത്ര? Yes, so it is s squared. അപ്പോൾ ഡി ബിയുടെ വാല്യൂ, ഈ ഡി ബിയുടെ ഡയറക്ഷൻ ഇങ്ങോട്ട് നോക്കിയടാ. ഡി ബിയുടെ ഡയറക്ഷൻ എസിനും ഡി എല്ലിനും പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഇത് കറണ്ട് ക്യാരിങ് എലമെന്റ്, ഇതാണ് നമ്മുടെ എസ് എന്ന് പറയുന്ന ലൈൻ. ഞാൻ ആൾറെഡി പറഞ്ഞു ഡി എല്ലും എസും പെർപെൻഡിക്കുലർ ആണ്. അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം ആര്? ഡി ബി. ബിക്കോസ് ഡി ബി എന്ന് പറയുന്നത് വെക്ടർ ആണ്. വെക്ടറിന്റെ ഡയറക്ഷൻ ഡി എല്ലിനും എസിനും പെർപെൻഡിക്കുലർ ആണെന്ന് നമ്മൾ ഇപ്പം അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഞാനൊരു ലൈൻ ഇങ്ങനെ വരച്ചു വെച്ചാൽ ആ ഡയറക്ഷനിലായിരിക്കും ആര്? ഡി ബി. അപ്പോൾ ഡി ബിയുടെ ഡയറക്ഷൻ ഈ എസ് എന്ന ലൈനിന് പെർപെൻഡിക്കുലർ, എസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഡി ബിയെ വരച്ചു വയ്ക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഡി ബിയെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റീസോൾവ് ചെയ്ത് കമ്പോണന്റ് ആക്കി മാറ്റാൻ പറ്റും. രണ്ട് കമ്പോണന്റുകളുണ്ട്. ഞാൻ ഈ ആംഗിളിനെ മാർക്ക് ചെയ്യാണ് തീറ്റ. ദിസ് ആംഗിൾ ഈസ് തീറ്റ. ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ് ഈ ലൈൻ, ഇതിന് പെർപെൻഡിക്കുലർ ആണ് ഇത്. ഈ ആംഗിൾ തീറ്റ ആണെങ്കിൽ സംശയം വേണ്ട, ഈ ആംഗിളും തീറ്റയാണ്. അപ്പോൾ ഡി ബിയെ സ്പ്ലിറ്റ് ചെയ്താൽ this is dB cos theta and this is dB sin theta. അപ്പോൾ ഡി ബിയെ രണ്ട് കമ്പോണന്റ് ആക്കി, റെക്ടാങ്കുലർ കമ്പോണന്റ് ആക്കി സ്പ്ലിറ്റ് ചെയ്യും. ഇനി ഇങ്ങോട്ട് നോക്കടാ, ഇത് ഇവിടുത്തെ ഡി ബി എന്ത് കാരണം? ഡി എൽ കാരണം. ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നിരവധി ഡി എല്ലുകളുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നേരെ ഡയമീറ്ററിലൂടെ ഇവിടെ എത്തി. ഡയമീട്രിക്കലി ഓപ്പോസിറ്റ് ആയ ഒരു കറണ്ട് എലമെന്റ് എടുത്തു, ഡി എൽ എന്താണ്. അവൻ ഈ പോയിന്റിൽ ഉണ്ടാക്കുന്ന ഫീൽഡ് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. ഈ ദൂരവും എസ് തന്നെയാണ്.
അത് ഈ ലൈനിന് പെർപെൻഡിക്കുലർ ആണ്. സോ ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഡി ബി ഹിയർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനെ കമ്പോണന്റ് ആക്കി. ദിസ് ഈസ് ഡി ബി കോസ് തീറ്റ ആൻഡ് ദിസ് ഈസ് ഡി ബി സൈൻ തീറ്റ. അപ്പോൾ ഫിഗറിൽ ക്ലിയർ ആണ്. ഡി ബി കോസ് തീറ്റയെ അടുത്ത ഡി ബി കോസ് തീറ്റ എന്ത് ചെയ്ത് കളഞ്ഞു? ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഇവിടുത്തെ നെറ്റ് ഫീൽഡ് എത്രയേ ഉള്ളൂ? ഡി ബി സൈൻ തീറ്റ. അപ്പോൾ നമ്മളോട് മറുപടി വന്നു therefore dB equals. ഇവിടുത്തെ ഫീൽഡ് റിസൾട്ടന്റ് ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഫീൽഡ് നോക്കൂ. ഇങ്ങനെ ഇതൊരു ഡി എൽ, ഇവിടെ അടുത്ത ഡി എൽ. അപ്പോൾ ടോട്ടൽ ഫീൽഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ ഡി ബി സൈൻ തീറ്റ എടുത്താൽ മതിയാകും. ഡി ബിയുടെ വാല്യൂ ആൾറെഡി നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഡി ബിയുടെ വാല്യൂ എത്രയാണ്? ഡി ബിയുടെ വാല്യൂ നേരത്തെ എഴുതിയേ μ0/4 π into IDL sin theta by S സ്ക്വയർ എന്ന ഇക്വേഷൻ സൈൻ തീറ്റയുടെ വാല്യൂ 1 ആയത് കാരണം /4 π S സ്ക്വയർ എന്ന് ചുരുങ്ങി. അപ്പോൾ ഈ വാല്യൂ എടുത്ത് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ദാറ്റ് ഈസ് ഇന്റഗ്രൽ μ/4 π IDL by S സ്ക്വയർ ഇൻറ്റു സൈൻ തീറ്റ. ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിളിൽ സൈൻ തീറ്റയുടെ വാല്യൂ എടുത്താൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എ ആണ്, ഹൈപ്പോട്ടന്യൂസ് എസ് ആണ്. അപ്പൊ എ ബൈ എസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടൂടാ? μ0 കോൺസ്റ്റന്റ് ബൈ 4 π കോൺസ്റ്റന്റ്. ഓക്കെ, ഐ കോൺസ്റ്റന്റ്. ഓക്കെ, എ റേഡിയസ് മാറത്തില്ല. ഏത് കറണ്ട് എലിമെന്റും ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്താൽ എന്ത് തന്നെ കിട്ടും? യെസ്, കാരണം കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ ഇഷ്ടമുള്ളിടത്ത് നിന്ന് എടുത്താലും എസിന്റെ വാല്യൂ എന്താണ്? കോൺസ്റ്റന്റ് ആയി നിലനിൽക്കത്തുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ഒരു റിങ്ങിന്റെ ഈ ഒരു പോയിന്റിലേക്ക് ഏതെടുത്ത് നിന്ന് ഞാനൊരു ലൈൻ എടുത്താലും ആ ആക്സിയൽ പോയിന്റ് ആണോ അതിലേക്കുള്ള ഡിസ്റ്റൻസ് സെയിം ആണ്. അപ്പോൾ എ ബൈ എസ് ഇൻറ്റു എസ് സ്ക്വയർ എസ് ക്യൂബ് ഇത്രയും കോൺസ്റ്റന്റ് ആണ്. ഇനി ആരെ മാത്രം ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി? ഡി എല്ലിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതി. ഡി എൽ ഈ ഒരു കുഞ്ഞെലമെന്റ് അല്ലേടാ, ഇവനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് ഈ സർക്കുലർ കോയിലിന്റെ ടോട്ടൽ ലെങ്ത് കിട്ടും. എടാ എ റേഡിയസ് ഉള്ള കോയിലിന്റെ ലെങ്ത് എത്രയാടാ? അപ്പൊ നിങ്ങൾ പറയും അത് 2 π a ആണ്. അപ്പൊ നമ്മുടെ ഫീൽഡിന്റെ വാല്യൂ μ0/4 π ഓക്കെ ഇൻറ്റു I a by s cube into 2 π a എന്നായി മാറും. ഇതിനെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ തീരുമാനിച്ചു. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? പൈ കട്ട് ചെയ്യാം, 2ഉം 4ഉം കട്ട് ചെയ്യാം. അപ്പോൾ ബാക്കി എത്ര ഉണ്ടോ നോക്കിയിടാ? b equals μ0 by ഓക്കെ a into a that is a squared μ0 I ഉണ്ടല്ലേ, I a squared by 2s cube. നമുക്ക് find the value of field at this point at a distance r from the center of the coil എന്നാണ് ചോദ്യം. കോയിലിന്റെ സെന്ററിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ ഫീൽഡ് എത്രയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ സർക്കംഫറൻസിലെ ഒരു പോയിന്റിൽ എൻ്റെ നോക്കൂ, ഈ ഒരു പോയിന്റ് എന്നുള്ള ഫീൽഡാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. So here we have to rewrite S in terms of R. Pythagoras theorem അല്ലേടാ. S ന് പകരം S is equal to a squared plus r squared the whole raised to 1/2. അപ്പോൾ s cube ന് പകരം a square plus r square the whole raised to 3/2. അപ്പോൾ ഇങ്ങോട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. That's equal to μ0 I a squared by 2 into a square plus r square the whole raised to 3/2. This is a final result. Is that clear? അപ്പോൾ നിങ്ങളടുത്ത് ഒരാൾ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ഈ കോയിലിന്റെ സെന്ററിലെ ഫീൽഡ് എത്ര? വാട്ട് ഈസ് എ ഫീൽഡ് അറ്റ് ദ സെന്റർ? ബി അറ്റ് ദ സെന്റർ. ഫീൽഡ് അറ്റ് സെന്റർ എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിനെ തൂക്കി എടുത്ത് ഇവിടെ കൊണ്ടുപോയടാ. ഇപ്പൊ ആറിന്റെ വാല്യൂ ദാറ്റ് ഈസ് ഓൾ 0. അപ്പൊ r 0 കൊടുക്കാം. ആറിന് 0 കൊടുത്താൽ ഇത് 0 ആയി. ഈ ഇക്വേഷൻ എങ്ങനെ മാറൂടാ? നിങ്ങൾ ആലോചിക്കേ, a സ്ക്വയർ പ്ലസ് r സ്ക്വയർ the whole raised to 3/2. ഇവിടെ 0 കൊടുത്താൽ
a square the whole raised to 3/2. That's equal to a cube. So, your answer is B equals mu naught I a squared by 2 into a cube. So, your answer is mu naught I by 2a. Here is the radius of the coil. So, that is a field at the center of the coil. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ദിവസത്തെ ഡിസ്കഷൻ. നിങ്ങൾ കൃത്യമായി ഫോളോ ചെയ്തിരിക്കണം. നോക്കൂ, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന നമ്മുടെ ഫോക്കസ് പോയിന്റുകളുടെ ഡിസ്കഷൻ മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബയോട്ട് സാവേർട്സ് ലായും അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് ഈ ഒരു കോയിലും അതിൻ്റെ പ്രൂഫും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ 1-2 തവണ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്ലാരിറ്റിയോടെ മനസ്സിലാവും. ഓക്കെ, ബൈ.